നമ്മളിത് ചെറിയ ചെറിയ പീസൊക്കെ കേട്ടോ, എല്ലാം വരുത്തിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ പായസത്തേക്ക് ചേർക്കുക. ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേമാതിരി ആക്കുക. ഇതേമാതിരി ആക്കിയിട്ട് നമ്മൾ മറ്റേത് പായസത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിൽ ചെറിയ സാവുനരി ഉണ്ട്, ആ സാവുനരിയും ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അത് എടുത്താണ്ടിട്ടാ ഗ്യാസ് ഒന്ന് കത്തിക്കാം. അതിലേക്ക് നമ്മൾ ബൗൾ വെക്കുന്നുണ്ട്. നമ്മളിതൊരു പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നല്ല തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് നല്ല മിക്സ് ആയിട്ട് നല്ല ഇളക്കി കൊടുക്കാം. അത്യാവശ്യം വേവായി പകുതി വേവായിട്ടുണ്ട്. നമ്മൾക്ക് സാവുനരി ഇതിൽ ചേർക്കാൻ പോവാണ് കേട്ടോ. സാവുനരി നമ്മളിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് മതിയാവും. നമുക്ക് നല്ല കുറുങ്ങനാകണ വരെ വേവിച്ചെടുക്കാം. നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ല അടിയിൽ പിടിച്ച് കഴിയും. നമുക്ക് ലേശം മിൽക്ക് മേഡ് ചേർത്തി കൊടുക്കാം. ഒരു ടേസ്റ്റിന് നല്ലതാണ്. പഞ്ചസാര ചേർത്തി കൊടുക്കണ്ട കേട്ടോ. അപ്പം നല്ല കുറുങ്ങി വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ക്യാരറ്റും സാവിനരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പായസം ഉണ്ടാക്കുന്നത്. ഇത് നല്ല അടിപൊളി സെറ്റാണ്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. നമ്മളെ സേമിയൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ക്യാരറ്റൊക്കെ ഇട്ടിട്ട്. നമ്മളൊരു കഷ്ണം ബട്ടറാണ് ഇടുന്നത് കേട്ടോ. ടേസ്റ്റിനാണ്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ലേശം അണ്ടി വറുത്തതാണ് കേട്ടോ. ചെറിയ അണ്ടിക്കണ്ണാണ്, ചെറിയ അണ്ടി വറുത്തതാണ്. അത് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ചൂടോടെ വേണമെങ്കിലും കുടിക്കാം, ചൂടാറിയിട്ട് വേണമെങ്കിലും കുടിക്കാം. ഇതുപോലെ നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻസ് ഒക്കെ വിടുക. കമൻസ് ഒക്കെ വിടാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. സഹകരിച്ചിട്ട് പോയി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം.